ഒരു പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുകയാണ്. ഇന്നും നിങ്ങളോട് പറയാനുള്ള ഒരു ഷോർട്ട് ഫിലിം കണ്ടതിൻ്റെ വെളിച്ചത്തിലാണ്. അപ്പോൾ അത് കേൾക്കുമ്പോൾ ഈ മനുഷ്യൻ എപ്പോഴും ഈ വീഡിയോസ് കാണുന്നത് തന്നെയാണോ പണി എന്ന് ചിന്തിക്കരുത്. എൻ്റെ വർക്കിൻ്റെ ഇടയിൽ ഞാൻ എപ്പോഴും എന്തെങ്കിലും ഒന്നും പ്ലേ ചെയ്തുകൊണ്ടിരിക്കും. എന്നിട്ടാണ് ഞാനിങ്ങനെ ഓരോ വൗച്ചർ കിട്ടുന്നതും അതുപോലെ തന്നെ ബില്ലുകൾ സെറ്റാക്കുന്നതും. അപ്പോൾ അതിൻ്റെ ഇടയിൽ വരുന്ന വീഡിയോസ് ചിലത് നമുക്ക് ഇൻസ്പയർ ആയിട്ട് തോന്നുകയാണെങ്കിൽ അന്നേരം തന്നെ ഞാൻ അത് നോട്ട് ചെയ്യും. അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പറയാൻ ആഗ്രഹിക്കും. അല്ലെങ്കിൽ ഞാൻ ട്രാവൽ ചെയ്യുന്ന സമയത്താണെങ്കിലും എന്തെങ്കിലുമൊക്കെ കേട്ടോണ്ടാണ് പോവുക. ആ പോകുന്ന സമയത്ത് എന്തെങ്കിലും നമ്മുടെ മനസ്സിലേക്ക് കിട്ടുന്ന ആശയങ്ങളാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ എപ്പോഴും എത്തിക്കാറുള്ളത്. കാരണം വെറുതെ സമയം കളയുന്നതിനേക്കാളും നല്ലതാണ് എന്തെങ്കിലും കേട്ടിരുന്ന് പോവുക. ചിലപ്പോൾ വചനങ്ങളായിരിക്കും കേൾക്കുന്ന, ചിലപ്പോൾ നല്ല ക്രിസ്ത്യൻ സോങ്ങുകളായിരിക്കും. അങ്ങനെ കേട്ടു പോകുമ്പോൾ എവിടെയെങ്കിലും എന്തെങ്കിലും ഒന്ന് സ്ട്രൈക്ക് ചെയ്യും. ആ സ്ട്രൈക്ക് ചെയ്യുന്ന സംഭവം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുമ്പോൾ എനിക്ക് സ്ട്രൈക്ക് ചെയ്തതുപോലെ നിങ്ങൾക്കും അത് സ്ട്രൈക്ക് ചെയ്യട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുക. അതിനു വേണ്ടിയാണ് ഞാൻ പരിശ്രമിക്കുന്നത്. അപ്പം ഞാൻ ഈ കണ്ട ഒരു ഷോർട്ട് ഫിലിം ഒരു ചൈനീസ് ഡ്രാമയാണ് കേട്ടോ. ചൈനീസ് ഡ്രാമകൾ കാണാൻ എനിക്ക് വല്ലാത്തൊരു ഇഷ്ടമാണ്. കാരണം പുതിയ പുതിയ ടോപ്പിക്കുകൾ പലപ്പോഴും അവർ കൊണ്ടുവരുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഫേസ്ബുക്കിലേക്ക് സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ഓരോ ചൈനീസ് ഡ്രാമ. അപ്പോൾ അങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഒരു രണ്ട് സിബ്ലിങ്സ് തമ്മിലുള്ള ഒരു ഫൈറ്റും അവരുടെ ഇടയിൽ നടക്കുന്ന ചില കോൺഫ്ലിക്റ്റുകളാണ് ഞാനിന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരാൻ പരിശ്രമിക്കുന്നത്. ആ സ്റ്റോറി തുടങ്ങുന്നത് ഇങ്ങനെയാണ്. കാരണം അവരുടെ മാതാപിതാക്കളിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ആ മാതാപിതാക്കളിൽ ഒരു കുഞ്ഞ് ജനിക്കാൻ വേണ്ടി ഒത്തിരിയേറെ ആഗ്രഹിച്ചു. കുഞ്ഞ് ജനിച്ചു, പക്ഷേ എന്തോ കാരണത്താൽ അവരുടെ കുഞ്ഞിനെ അവർക്ക് നഷ്ടപ്പെട്ടു. ആ ഒരു വേദന മാറ്റുന്നതിന് വേണ്ടി അവരൊരു മറ്റൊരു കുഞ്ഞിനെ ദത്തെടുക്കുന്ന ഒരു രംഗമാണ് ആദ്യമേ അവിടെ കാണിക്കുക. പിന്നീട് ആ ദത്തെടുത്ത കുഞ്ഞിനെ സ്വന്തം കുഞ്ഞിനെ പോലെയാണ് അവർ പരിഗണിക്കുക. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നെ സന്തോഷം തോന്നും. കാരണം ആ മാതാപിതാക്കൾ ഒരു ദത്തെടുത്ത കുഞ്ഞിനോട് കാണിക്കുന്ന സ്നേഹം അത് ഭയങ്കര ഇതാണ്. എല്ലാ അവകാശങ്ങളും കൊടുത്തിട്ടുണ്ട്, എല്ലാ സ്വാതന്ത്ര്യവും. എന്നിട്ട് വീട്ടിലെ പരിചാരകർ പോലും ആ കുഞ്ഞ് പറയുന്ന അനുസരിക്കണം, അങ്ങനെയുള്ള ചിട്ടയോടുകൂടെ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവർക്കൊരു ന്യൂസ് ലഭിക്കുന്നത്. അവരുടെ കാണാതായ ആ കുഞ്ഞിനെ പോലീസ് പലപ്പോഴായിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എവിടെയാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ആ കുഞ്ഞിനെ അവർക്ക് തിരികെ കിട്ടുകയാണ്. വളരെ സന്തോഷത്തോടു കൂടെ അവർ ആ കുഞ്ഞിനെ തേടി പോകുന്നു. അവസാനം ആ കുഞ്ഞിനെ നമ്മുടെ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ പെട്ടെന്ന് ആ മാതാപിതാക്കളുടെ മുഖം വാടുന്നൊരു രംഗം. കാരണം തങ്ങളുടെ മകൾ നഷ്ടപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ മറ്റൊരു കുഞ്ഞിനെ സ്വന്തം മകളായി സ്വീകരിച്ചവരാണ്. അപ്പോൾ പിന്നീട് ഇതാ സ്വന്തം രക്തത്തിൽ പിറന്ന ഒരു കുഞ്ഞിനെ തിരിച്ചു കിട്ടി. പക്ഷേ സ്വന്തം ഭവനത്തിലേക്ക് ചെല്ലുമ്പോൾ ആ കുഞ്ഞ് എന്ത് വിചാരിക്കും? ആ കുഞ്ഞിനോടുള്ള പരിഗണന അത് കുറഞ്ഞു പോകുക, ആ കുഞ്ഞിനതൊരു വേദനയാകുമോ? അപ്പോൾ ആ മാതാപിതാക്കൾ തീരുമാനമെടുക്കുകയാണ്. സ്വന്തം കുഞ്ഞിനെ തിരിച്ചു കിട്ടിയെങ്കിലും മറ്റേ കുഞ്ഞിനെ കൂടുതൽ പരിഗണന നൽകണം, അവളെ സ്വന്തം മകളെ പോലെ തന്നെ നമ്മൾ വളർത്തിക്കൊണ്ട് വരണം. ആ ഒരു തീരുമാനമെടുത്തു. ശരിക്കും ആലോചിച്ച് കഴിഞ്ഞാൽ ഏറ്റവും ഉചിതമായ ഒരു തീരുമാനമാണ് അവരെടുത്തത് എന്ന് നമുക്ക് തോന്നും. പക്ഷേ ഈ കുഞ്ഞ് സ്വന്തം മാതാപിതാക്കളെ നഷ്ടപ്പെട്ട് അലഞ്ഞു തിരിഞ്ഞ ഒരു അനാഥാലയത്തിൽ വളർന്ന കുഞ്ഞാണ്. ആ അനാഥാലയത്തിലെ എല്ലാ വേദനകളും അവഗണനകളിലും സഹിച്ചിരിക്കുമ്പോഴാണ് സ്വന്തം മാതാപിതാക്കളെ വീണ്ടും കണ്ടെത്തി എന്ന സത്യം തിരിച്ചറിയുന്നത്. വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ആ കുഞ്ഞ് ആ മാതാപിതാക്കളെ കാണാനെത്തുക. പക്ഷേ അതെല്ലാം എത്തിയതിന് ശേഷവും വീണ്ടും ആ അനാഥാലയത്തിൽ എന്താണോ താൻ അനുഭവിച്ചത് അതേ വേദനയും അവഗണനയും സ്വന്തം കുടുംബത്തിൽ അനുഭവിക്കുന്നൊരവസ്ഥ. ഈ കുഞ്ഞിന് പല ആവശ്യങ്ങളുണ്ടായിരുന്നു. അത് അറിയിക്കാൻ പോകുമ്പോൾ മാതാപിതാക്കൾ അത് കുഴപ്പമില്ല, നിനക്കുള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ള രീതിയിൽ പറയുമ്പോൾ സ്വന്തം റൂമിൽ പോലും ആവശ്യമായ സൗകര്യമില്ലാതിരുന്ന അവസ്ഥയിലും ആ കുഞ്ഞ് വീണ്ടും ആ അനാഥാലയത്തിന് അനുഭവിച്ച അതേ അവസ്ഥയിലൂടെ കടന്നു പോവുകയാണ്. എന്നാൽ ദത്തെടുത്ത കുഞ്ഞിന് എല്ലാ സൗകര്യങ്ങളും, ഒരു ആവശ്യത്തിന് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ആവശ്യത്തിൽ കൂടുതൽ കൊടുക്കുന്ന ആ ഒരു സ്നേഹവും അതിൻ്റെ ഉള്ള പ്രകടനമൊക്കെ കാണുമ്പോൾ നമ്മൾ ചിന്തിച്ചു പോവുക, നമ്മൾ പലപ്പോഴും തുല്യമായ പരിഗണന നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നുണ്ടോ എന്നുള്ളതാണ്. പല അവസരങ്ങളിൽ നമ്മൾ ഒരാളിലേക്ക് ഫോക്കസ് ചെയ്ത് പോകുമ്പോൾ മറ്റുള്ളൊരാൾ കടന്നു പോകുന്ന വേദനയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാറുണ്ട്. നമ്മളൊരു സിബ്ലിങ്സ് ജനിച്ചു കഴിയുമ്പോൾ തന്നെ എപ്പോഴും ഡോക്ടർമാർ പറയുന്നുണ്ട് ആദ്യത്തെ കുഞ്ഞിന് എപ്പോഴും വിഷമമായിരിക്കും. കാരണം ഇതുവരെ കിട്ടിയിരുന്ന അറ്റൻഷനെല്ലാം കുഞ്ഞ് ആളിലേക്ക് പോകുന്നു, അത് തന്നെ അവഗണിക്കുന്നു എന്ന ഒരു ബോധം അതിൻ്റെ മനസ്സിലുണ്ടാകുമെന്ന് അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. പക്ഷേ വളർന്നു കഴിഞ്ഞാലും ഇതേ ഒരു അവസ്ഥ ഉണ്ട് അവർക്ക്. നമ്മൾ തുല്യമായ ഒരു പരിഗണന കൊടുത്തില്ലെങ്കിൽ അവസാനം എല്ലാം കൈവിട്ടു പോകുന്ന ഒരു രംഗം നമ്മുടെ ജീവിതത്തിലുണ്ടാകും. ഈ ഒരു ഷോർട്ട് ഫിലിമും അതാണ്. ആ കുഞ്ഞ് അവസാനം തീരുമാനമെടുക്കുന്നുണ്ട്, ഞാൻ പഴയ ജീവിതത്തിലേക്ക് തിരികെ പോവുകയാണ്. കാരണം ഇവിടെ ഉണ്ടായിരുന്നപ്പോഴും എനിക്ക് ആ പഴയ ജീവിതമായിരുന്നു മെച്ചം എന്ന് തോന്നുന്ന അവസ്ഥയിലാണ് അവർ എന്നോട് പെരുമാറിയത്. അപ്പോൾ ആ കുഞ്ഞ് തിരിച്ചു പോകുമ്പോഴാണ് ആ മാതാപിതാക്കളും തിരിച്ചറിയുന്നത് തങ്ങൾ എങ്ങനെയാണ് ആ കുഞ്ഞിനെ പരിഗണിച്ചത്, ആ കുഞ്ഞിനോട് പെരുമാറിയത്. അതൊക്കെ ഒരു
കുറ്റബോധമായിട്ട് അവർ മനസ്സിലേക്ക് വരുമ്പോൾ എല്ലാം കൈവിട്ടു പോയ ഒരവസ്ഥയിലേക്ക് അവരെത്തുന്നുണ്ട്. അവിടെയാണ് ആ ഒരു ഷോർട്ട് ഫിലിം അവസാനിപ്പിക്കുക. അപ്പോൾ ഇതെല്ലാം ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഈ ഷോർട്ട് ഫിലിം കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് പല കുടുംബങ്ങളിൽ ഇന്ന് ഈ ഒരു അവസ്ഥയിലും നമ്മൾ കടന്നു പോകുന്നു. ദത്തെടുത്ത കുഞ്ഞിലേക്കല്ല, മറിച്ച് സ്വന്തം കുഞ്ഞിനെ തന്നെ പല തട്ടുകളായിട്ട് തിരിച്ച് പല ശ്രേണിയിൽ കണ്ട് അവരോട് പല രീതിയിലുള്ള പരിഗണന കൊടുത്ത് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ, അല്ലെങ്കിൽ ഒന്ന് നന്നായി പഠിക്കുന്ന ഒരു കുഞ്ഞിന് മുഴുവൻ അറ്റൻഷനും കൊടുത്ത് പഠിക്കാൻ കഴിവില്ലാത്ത കുഞ്ഞിനെ അവഗണിച്ച് അവരുടെ നാട്ടുകാരുടെ മുമ്പിൽ അവനെക്കുറിച്ച് പറയാൻ നമുക്ക് എന്താ ഉള്ളത് എന്ന് ചിന്തിക്കുന്ന പല മാതാപിതാക്കളും ഇന്നുണ്ട്. നമ്മൾ ശ്രദ്ധിക്കുക, ഒരു കുഞ്ഞ് നന്നായി പഠിക്കുന്നുണ്ടോ, വേണ്ട പ്രോത്സാഹനം കൊടുക്കണം. അതേസമയം പഠിക്കാൻ കഴിവ് കുറഞ്ഞ ഒരു കുഞ്ഞുണ്ടെങ്കിൽ അതിനെ അവഗണിക്കുകയില്ല, മറിച്ച് എൻ്റെ കൂടുതൽ പരിഗണന കിട്ടേണ്ടത് ആ കുഞ്ഞിനാണ് എന്ന ബോധത്തിൽ ആ കുഞ്ഞിനെ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുക. അവൻ എന്തെങ്കിലും ഒരു ഡിഫിക്കൽട്ടി അവൻ്റെ പഠനത്തിലുണ്ടാകാം. ചിലപ്പോൾ അതൊന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ ഒരു പക്ഷേ അവനെ കൈപിടിച്ച് ഉയർത്താൻ നമുക്ക് സാധിക്കും. പക്ഷേ അതിന് ശ്രമിക്കാതെ എങ്ങനെ ഇനി നാട്ടുകാരുടെ മുമ്പിൽ അവൻ്റെ മാർക്ക് പറയുക എന്നല്ല ചിന്തിക്കേണ്ടത്. ഇപ്പോൾ റിസൾട്ട് വരുന്ന സമയങ്ങളാണ്, അറിയാം. ഈ ദിവസങ്ങളിലെല്ലാം പല റിസൾട്ടുകളും വരും. ഈ അവധിക്കാലത്ത് കുട്ടികൾ നമ്മുടെ ഒപ്പമുണ്ട്. റിസൾട്ട് കണ്ടതിന് ശേഷവും അവരെ മാറ്റി നിർത്താനല്ല നമ്മൾ നോക്കേണ്ടത്. മാർക്ക് കുറഞ്ഞു പോയോ, കുഴപ്പമില്ല, അടുത്ത തവണ നമുക്ക് കുറച്ചുകൂടി കൂടുതൽ നേടണം. ഈ ഒരു മാർക്ക് കൊണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ പോയി നമുക്ക് നാണക്കേടാണ്. അത് മനസ്സിലാക്കി അടുത്ത പ്രാവശ്യം അതിൽ നിന്ന് കുതിച്ചുയരുമ്പോഴാണ് നമുക്ക് അഭിമാനത്തോടെ നിൽക്കാൻ പറ്റുക എന്നൊക്കെ അവരെ പറഞ്ഞ് പഠിപ്പിക്കാനും അവരെ ചേർത്ത് പിടിക്കാനുമുള്ള ഒരു സമയമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അതിനുവേണ്ടിയാണ് ആ ഒരു ഷോർട്ട് ഫിലിമിൻ്റെ കഥ നിങ്ങളോട് ഞാൻ പറഞ്ഞത്. ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മുടെ കുടുംബത്തിൽ നമ്മൾ കുഞ്ഞുങ്ങളെ ഏത് രീതിയിലാണ് കാണുന്നത്? ഒരേപോലെയുള്ള ഒരു പരിഗണന നമുക്ക് കൊടുക്കാൻ സാധിക്കാറുണ്ടോ? നമ്മുടെ ആവശ്യമുള്ള കുഞ്ഞിന് കൂടുതൽ പരിഗണന കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? അവർ താഴ്ന്നിരിക്കുമ്പോൾ അവരുടെ അടുത്ത് പോയി അങ്ങനെ നീ പേടിക്കണ്ട, നിങ്ങൾക്ക് ഞാനുണ്ടെന്ന് പറയാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ഒക്കെ ഒന്ന് ചോദിക്കുന്നത് നല്ല കേട്ടോ. കാരണം ഈശോ എപ്പോഴും എല്ലാവരും പരിഗണിക്കുന്ന ഒരാളായിരുന്നു. ശിഷ്യന്മാർ പോലും കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കാൻ വേണ്ടി ഈശോയുടെ അടുക്കിലേക്ക് വരാൻ നേരത്ത് അവരെ തടഞ്ഞു നിർത്തും. അപ്പോൾ അവർ കുഞ്ഞുങ്ങളെ തടയരുത്, അവർക്കാണ് ഏറ്റവും കൂടുതൽ ആവശ്യമെന്ന് പറഞ്ഞ് അവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്നവനാണ് ഈശോ. അതുപോലെ തന്നെ നമ്മുടെ കുടുംബങ്ങളിലും ഓരോരുത്തരും നമ്മുടെ ആവശ്യത്തിന് വേണ്ടി നമ്മുടെ അടുക്കിലേക്ക് വരുമ്പോൾ അവരെ തടയാതെ അവരുടെ ആവശ്യം എന്താണെന്ന് മനസ്സിലാക്കി അവർക്ക് വേണ്ട പരിഗണന കൊടുത്ത് അവരെ കൂടി ഉയർത്തിക്കൊണ്ടുവരുവാൻ പരിശ്രമിക്കുക. അവിടെയാണ് എല്ലാ മാതാപിതാക്കളും വിജയമെന്ന് പറയുക. അപ്പം അതുകൊണ്ട് ഈ ഒരു വീഡിയോ അതിനുള്ള ഒരു പരിശ്രമം എന്ന രീതി കാണുക. എപ്പോഴും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയല്ല, പക്ഷേ കാണുമ്പോൾ ഇതുപോലെ ഒരു സന്ദേശം ഉണ്ടെങ്കിൽ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളും ഇതുപോലെ വീഡിയോ കാണുമ്പോൾ എന്തെങ്കിലും ഒരു സന്ദേശം കിട്ടുമ്പോൾ അത് മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യുക എന്ന് ഞാൻ പറയാറുള്ളതും അത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടും എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് ആ ഒരു രീതിയിൽ ഇതിനെ കാണുക. ഓക്കെ, പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ക്ഷമിക്കോട്ടെ, കാത്തിരിക്കും.